ഹലോ, ഇന്നത്തെ വീഡിയോ സാരിയുടെ മുന്താണി ചെണ്ട് എങ്ങനെയാണ് കെട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാരിയുടെ മുന്താണി ചെണ്ട് കെട്ടാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. എനിക്കറിയുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. മുന്താണിയുടെ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഗ്യാപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് മാറ്റുക. സാരിയുടെ മുന്താണി ചെണ്ട് കെട്ടാനായിട്ട് ആദ്യം നൂല് വലിച്ചെടുക്കണം. അതിനായിട്ട് ഓരോരോ ചെറിയ ചെറിയ പീസായിട്ട് അതൊരു കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നൂല് വലിച്ചെടുക്കാം. കരഭാഗത്തെ നൂല് വലിച്ചെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കരഭാഗം ചെറുങ്ങനെ ഒരു രീതിയിൽ അറ്റത്ത് നോക്കിയിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുങ്ങനെ നൂല് വലിച്ചെടുക്കാം. നൂല് വലിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മുട്ടുസൂചി വെച്ചിട്ട് വലിച്ചെടുത്താൽ പെട്ടെന്ന് നൂല് വലിഞ്ഞ് വരും. അതും ക്ഷമയോടെ ചെറുങ്ങനെ ഇതാക്കിയിട്ട് വലിക്കുമല്ലോ. മേലേന്നേ വലിക്കുമ്പോൾ ചിലപ്പം കെട്ട് കുടുങ്ങിപ്പോവും. അതിനായിട്ടാണ് നമ്മൾ കുഞ്ഞു കട്ടിട്ട് കൊടുക്കുന്നത്. കട്ടിടാണ്ട് വലിച്ച മൊത്തത്തോടെ നൂല് കെട്ട് കുടുങ്ങിപ്പോവും. അങ്ങനെ നമുക്കിനി ചെറിയ ലെയറായിട്ട് മുട്ടുസൂചിനെ കൊണ്ട് വലിച്ചെടുക്കാം. കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പെട്ടെന്ന് സ്പീഡിൽ വലിച്ചെടുക്കാൻ നോക്കിയാൽ ചിലപ്പം നൂലെല്ലാം ചിലപ്പോൾ കെട്ട് കുടുങ്ങിപ്പോവും. കുറച്ചും കൂടി ഞാനൊരു 3 ഇഞ്ച് 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് കട്ടിട്ട് കൊടുത്തത്. അങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ട് തന്നെ ചെറുങ്ങനെ വലിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ക്ഷമയോടെ മെല്ലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടാണ് മുന്താണി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ഇതുപോലെ മെല്ലെ സൂചിയൂനെ കൊണ്ട് വലിച്ചെടുക്കാം. ആദ്യത്തേത് കരഭാഗം ആയതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ആ സൈഡിലത്തെ കുറച്ച് കട്ടിയാണല്ലോ കസവിൻ്റെ ഭാഗം വരും, ആ കരഭാഗം. അത് കുറച്ച് കട്ടിയായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പകുതി മുക്കാലോളം നൂല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഫുള്ള് നൂല് ഇളക്കി കളഞ്ഞിട്ടുള്ള ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഇഴ വീതം എടുത്തിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു ഇത്ര ഇഴ ഇങ്ങനെ എടുക്കും, ഇവിടുന്ന് ഒരു ഇത്ര ഇഴ ഇങ്ങനെ എടുക്കും, ഇവിടുന്ന് ഒരു ഇത്ര ഇഴ ഇങ്ങനെ ഒരു കുറച്ച് കണക്ക് വയസ്സ് എടുത്തിട്ട് അതിങ്ങനെ കെട്ടും. അതങ്ങനെ കെട്ടുന്നത് നമുക്കിപ്പോൾ കാണാം. അങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇഴകൾ എടുക്കുന്നത്. അങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇഴകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ഊരാക്കുടുക്കൽ ഇട്ട് കൊടുക്കത്തില്ലേ, അതുപോലെ ചുരുട്ടി ഉള്ളിലേക്ക് എടുത്തിട്ട് വലിച്ചു മുറുക്കി കെട്ടുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി കാണിക്കാം. ഇങ്ങനെ 1 ഇഞ്ച് അകലത്തിൽ ഇഴ വലിച്ചെടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ എടുത്തിട്ട് മടക്കി അത് ചുരുട്ടി ഒരു വിരലിൻ്റെ ഗ്യാപ്പ് അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് തിരിച്ചിങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഊരി വരാത്ത രീതിയിൽ ഇടയ്ക്ക് നല്ലോണം മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ മുന്താണി ചെണ്ട് ഫുള്ളും കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ.